ഫ്ലാക്സിഡ. പിന്നെ ഡിസ്ട്രോഫിക്കില് ഓട്ടോസോമൽ ഡോമിനന്റ് ആദ്യം വരുന്നു, അത് ജസ്റ്റ് ബിലോ ദ ലാമിന. ആൻഡ് ദ ഡിസ്ട്രോഫിക് റെസസീവ് ടൈപ്പ് ഡെർമിസ് ബിലോ ദ ലാമിന ഡെൻസ. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. അതിൽ ഇൻഹെറിറ്റഡ് ടൈപ്പ് ഓഫ് എപ്പിഡെർമോലൈസിസ് ഇതില് ഫീച്ചേഴ്സ് പറയുന്നത് ജംഗ്ഷണൽ എപ്പിഡെർമോലൈസിസ് ബുള്ളോസ. നമ്മൾ പറഞ്ഞു സിമ്പിൾ ഉണ്ട്, ജംഗ്ഷണൽ ഉണ്ട്. അതിൽ ജംഗ്ഷണലിന്റെ ഫീച്ചേഴ്സ് തന്നെ അബ്നോർമാലിറ്റീസ് ഇൻ ദ ബേസൽ ലാമിന. ഇറ്റ് ഈസ് പ്രസന്റ് അറ്റ് ബർത്ത് ആൻഡ് ഇറ്റ് ഈസ് ഓഫൺ ലീതൽ. ആൻഡ് ന്യൂ ബോൺസ് ഹാസ് ലാർജ് റോ ഏരിയാസ് ആൻഡ് ഫ്ലാസിഡ് ബ്ലിസ്റ്റേഴ്സ് which heal slowly. The nails and oral mucosa are involved. Just image ഒന്ന് നോക്കിയിട്ട് കമ്പയർ ചെയ്യാം. ഇതാണ് ഡിഫറെന്റ് സൈറ്റ്സിൽ വരുന്ന ലീഷൻസ്. ബേബീസിൽ കാണുന്നതൊന്ന് ശ്രദ്ധിക്കാം. ഭയങ്കര റോ ആയിട്ടുള്ള ബ്ലിസ്റ്റേഴ്സ് വന്നിട്ട് ജംഗ്ഷണൽ ആണെങ്കിൽ ബേസൽ ലാമിനയിലാണ് അബ്നോർമാലിറ്റി വരുന്നത്. പ്രസന്റ് അറ്റ് ബർത്ത്. ഇറ്റ് ഈസ് ഓഫൺ ലീതൽ. Newborn has large raw areas and flaccid blisters which heal slowly. The nails and oral mucosa are involved. പിന്നെ അടുത്തത് ഡിസ്ട്രോഫിക് എപ്പിഡെർമോലൈസിസ് ബുള്ളോസയിൽ ഒരു പോയിന്റ് ഓർക്കേണ്ടത്, ഡ്യൂ ടു ഡിഫക്റ്റീവ് ടൈപ്പ് 7 കൊളാജൻ. ഡിഫക്റ്റീവ് ടൈപ്പ് 7 കൊളാജൻ ഡിസ്ട്രോഫിക് ടൈപ്പിലാണ് വരുന്നത്. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഡോമിനന്റും റെസസീവും. ഡോമിനന്റ് ടൈപ്പ് ആണെങ്കിൽ ബ്ലിസ്റ്റേഴ്സ് അപ്പിയർ ഇൻ ലേറ്റ് ഇൻഫൻസി. മറ്റേതാണെങ്കിൽ ബർത്തിൽ തന്നെ. ഓട്ടോസോമൽ റെസസീവ് ആണെങ്കിൽ അറ്റ് ബർത്ത് തന്നെ പ്രസന്റ് ആണ് ബ്ലിസ്റ്റേഴ്സ്. ഓട്ടോസോമൽ ഡോമിനന്റ് ടൈപ്പിൽ മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ സൈറ്റ്സ് ആണ്, നീ, എൽബോ, ഫിംഗേഴ്സ് ഒക്കെ. പിന്നെ നെയിൽസ് ആർ ഇൻവോൾവ് ആൻഡ് മൗത്ത് ഇസ് നോട്ട് അഫക്റ്റഡ്. നെയിൽസ് ഇൻവോൾവ് ആണ്, മൗത്ത് അഫക്റ്റഡ് അല്ല. ഹീൽ വിത്ത് സ്കാറിങ്. ഓട്ടോസോമൽ റെസസീവ് ടൈപ്പ് ആണെങ്കിൽ ബർത്തിൽ തന്നെ പ്രസന്റ് ആണ്. കോമൺ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്, ഫീറ്റ്, നീസ്, എൽബോസ് സെയിം സൈറ്റ് തന്നെയാണ്. പക്ഷെ അതിലൊരു പ്രത്യേകത ഉണ്ട്. ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ലോസസ് ഡിജിറ്റ്സ് ആൻഡ് ബിക്കം യൂസ്ലെസ് ബോൾസ്. ഡിജിറ്റ്സ് ഒക്കെ ലോസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബോൾ ഷേപ്പിലായിട്ട് മാറുന്നുണ്ട്. ഓട്ടോസോമൽ റെസസീവ് ടൈപ്പ് ഓഫ് ഡിസ്ട്രോഫിക് എപ്പിഡെർമോലൈസിസ് ബുള്ളോസ. അതൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ ഹീൽ വിത്ത് സ്കാറിങ്. പിന്നെ ടീത്ത്, മൗത്ത്, അപ്പർ ഈസോഫാഗസ് ആർ അഫക്റ്റഡ്. മറ്റേതിൽ നമ്മൾ പറഞ്ഞു നെയിൽസ് ആണ് ഇൻവോൾവ്, പക്ഷെ മൗത്ത് അഫക്റ്റഡ് അല്ല ഓട്ടോസോമൽ ഡോമിനന്റിൽ. റെസസീവ് ആണെങ്കിൽ മൗത്ത് അഫക്റ്റഡ് ആണ്. ടീത്ത്, മൗത്ത്, മൗത്ത് അറൌണ്ട് മൗത്ത് ഉള്ള ഏരിയാസ് ഒക്കെ അഫക്റ്റഡ് ആയിട്ടുള്ളത് ഓട്ടോസോമൽ റെസസീവ് ടൈപ്പിലാണ്. പിന്നെ ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതില് നമ്മൾ പറഞ്ഞു ഇൻഹെറിറ്റഡ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇതില് അക്വയർഡ് ടൈപ്പില് പെംഫിഗസും പെംഫിഗോയിഡും ഡെർമറ്റൈറ്റിസ് ഹെർപ്പറ്റിനിഫോമിസും ആണ് പറയുന്നത്. അതിന്റെ ടേബിൾ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. പെംഫിഗസ്, പെംഫിഗോയിഡ്, ഡെർമറ്റൈറ്റിസ് ഹെർപ്പറ്റിനിഫോമിസ്. അതിൽ പെംഫിഗസ് മിഡിൽ ഏജിലാണ് കാണുക, പെംഫിഗോയിഡ് ഓൾഡ് ഏജിലാണ്. ഡെർമറ്റൈറ്റിസ് ഹെർപ്പറ്റിനിഫോമിസ് എന്ന് പറഞ്ഞാൽ പ്രൈമറിലി അഡൽട്സിലാണ് കാണുക. പിന്നെ ജനറൽ ഹെൽത്ത്, പുവർ ജനറൽ ഹെൽത്ത് ആണ് പെംഫിഗസിൽ. പെംഫിഗോയിഡിൽ ഗുഡ് ഹെൽത്ത് ആയിരിക്കും. ഡെർമറ്റൈറ്റിസിലാണെങ്കിൽ ഭയങ്കര ഇച്ചി ആയിട്ട്. പിന്നെ സൈറ്റ് ഓഫ് ബ്ലിസ്റ്റേഴ്സ് പെംഫിഗസിൽ ട്രങ്കും ഫ്ലെക്ഷേഴ്സ് ആൻഡ് സ്കാൽപ്പ്. ട്രങ്ക്, ഫ്ലെക്ഷേഴ്സ്, സ്കാൽപ്പ്. പെംഫിഗോയിഡ് ഓഫൺ ഫ്ലെക്ഷേഴ്സിലാണ് കാര്യമായിട്ട് കാണുന്നത്. പിന്നെ ഡെർമറ്റൈറ്റിസ് ഹെർപ്പറ്റിനിഫോമിസിൽ എൽബോസ്, നീസ്, അപ്പർ ബാക്ക് ആൻഡ് ബട്ടക്സ്. അഡൾട്ടിൽ കാര്യമായിട്ട് എൽബോസ്, നീസ്, അപ്പർ ബാക്ക് ആൻഡ് ബട്ടക്സിലാണ് കാണുന്നത്. നേച്ചർ ഓഫ് ബ്ലിസ്റ്റേഴ്സ് പെംഫിഗസിലാണെങ്കിൽ സൂപ്പർഫിഷ്യൽ ആൻഡ് ഫ്ലാസിഡ്. പെംഫിഗോയിഡിലാണെങ്കിൽ ടെൻസ് ആൻഡ് ബ്ലഡ് ഫിൽഡ്. പെംഫിഗോയിഡ് ബ്ലഡ് ഫിൽഡ് ആണ്. ഡെർമറ്റൈറ്റിസ് ഹെർപ്പറ്റിനിഫോമിസ് ആണെങ്കിൽ സ്മോൾ, എക്സ്കോറിയേറ്റഡ് ആൻഡ് ഗ്രൂപ്ഡ് ആണ്. അഡൽട്ടിൽ കാണുന്നത് ഭയങ്കര ഇച്ചി ആണ്. എൽബോസ്, നീസ് ആൻഡ് അപ്പർ ബാക്ക്, ബട്ടക്സിലൊക്കെ ഉള്ള ഡെർമറ്റൈറ്റിസ് ഹെർപ്പറ്റിനിഫോമിസ് സ്മോൾ ഇറപ്ഷൻസ് ആണ്, എക്സ്കോറിയേറ്റഡ് ആൻഡ് ഗ്രൂപ്ഡ് ആണ്. പിന്നെ ബ്ലിസ്റ്റേഴ്സ് ഇൻ മൗത്ത് പെംഫിഗസിലാണ് കോമൺ. മറ്റതിൽ രണ്ടിലും മൗത്തിൽ ബ്ലിസ്റ്റേഴ്സ് ഇല്ല, റെയർ ആണ്. പിന്നെ സർക്കുലേറ്റിംഗ് ആന്റിബോഡീസ് എന്ന് പറയുന്നത് IgG തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാത്തിലും. അതില് എപ്പിഡെർമൽ ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസ്, അത് നമ്മൾ നേരത്തെ മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ എപ്പിഡെർമിസ് ഔട്ടർ ലെയറിലാണ് ആദ്യത്തെ ടൈപ്പ് വരുന്നത് പെംഫിഗസ്. പെംഫിഗോയിഡ് ആകുമ്പം
basement membrane region, dermatitis herpetiformis ആകുമ്പം to the endomysium of muscle കുറച്ചും കൂടെ ഡീപ്പർ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പെംഫിഗസ് പെംഫിഗോയിഡ് ഡെർമറ്റൈറ്റിസ് ഹെർപ്പറ്റിഫോമിസ്. IgG ആണ് ഓൾമോസ്റ്റ് എല്ലാത്തിലും ആന്റിബോഡീസ്. പിന്നെ ഫിക്സഡ് ആന്റിബോഡീസ്, സർക്കുലേറ്റിംഗ് ആന്റിബോഡീസ് ആണ് IgG. ഫിക്സഡ് ആന്റിബോഡീസിൽ IgG ഇൻ എപ്പിഡെർമൽ ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസ് ആ ലെയർ സെയിം തന്നെ, അതിൽ ലാസ്റ്റ് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. IgA ഗ്രാനുലാർ ഡെപ്പോസിറ്റ്സ് ഇൻ പാപ്പിലറി ഡെർമിസ്. ഡെർമറ്റൈറ്റിസ് ഹെപ്പറ്റിഫോമിസിൽ ഫിക്സഡ് ആന്റിബോഡീസ് IgA അത് മാത്രമേ ചേഞ്ച് ഉള്ളൂ. പിന്നെ ലെയേഴ്സ് ആ ഓർഡറിൽ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ അടുത്തത് സ്കിൻ റിയാക്ഷൻ ടു ലൈറ്റ് ആണ്. സൺ എക്സ്പോഷർ ഇസ് ബെനിഫിഷ്യൽ ഫോർ വൈറ്റമിൻ D സിന്തസിസ്. സ്കിൻ കണ്ടീഷൻസ് ലൈക്ക് സോറിയാസിസ് ആൻഡ് എറ്റോപിക് എക്സിമ. Sun exposure is beneficial for vitamin D synthesis and skin conditions like psoriasis and atopic eczema. Excessive sun exposure lead to sunburn and acceleration of skin aging. UV rays cause skin cancer. ഇതൊക്കെ കോമൺ എല്ലാവർക്കും അറിയുന്നതാണ്. ജസ്റ്റ് ഒരു പോയിന്റ്, സോറിയാസിസിനും എറ്റോപിക് എക്സിമക്കും സൺ എക്സ്പോഷർ ഒരു പരിധിവരെ നല്ലതാണ്. എക്സസീവ് ആയിട്ട് വരുമ്പോഴാണ് സൺബേൺ കോസ് ചെയ്യുന്നത്. പിന്നെ UV റേസ് എക്സസ് ആയിട്ട് വരുമ്പോൾ സ്കിൻ ക്യാൻസറിന് കാരണമാകുന്നു. ഇതിൽ പ്രൈമറി ഫോട്ടോ ഡെർമറ്റോസിസ്, അതിൽ പോളിമോർഫിക് ലൈറ്റ് ഇറപ്ഷനും ക്രോണിക് ആക്ടിനിക് ഡെർമറ്റൈറ്റിസും ഉണ്ട്. പോളിമോർഫിക് ലൈറ്റ് ഇറപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് എറിത്തിമ, പാപ്യൂൾ, വെസൈക്കിൾസ് ആൻഡ് ഫ്ലേക്സ് and lesion occur within 24 hours of UV ray exposure, and women are most common affected than men, and it occurs in spring to summer season. അപ്പോൾ പോളിമോർഫിക് ലൈറ്റ് ഇറപ്ഷൻ എന്ന് പറഞ്ഞാൽ എറിത്തിമ, പാപ്യൂൾ, വെസൈക്കിൾസ് ആൻഡ് ഫ്ലേക്സ് occurs within 24 hours of exposure. Women are more common affected season spring to summer. Chronic actinic dermatitis ആണെങ്കിൽ it affects middle-aged and old men. കുറച്ചും കൂടെ ഓൾഡർ ആയിട്ടുള്ള മിഡിൽ-ഏജ്ഡ് മെന്നിനെയാണ് കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ക്രോണിക് ആക്ടിനിക് ഡെർമറ്റൈറ്റിസ്. ക്രോണിക് ആൻഡ് ലൈക്കനിഫൈഡ് പ്ലേക്സ് ആണ് ഓഫ് എക്സിമ ആർ സീൻ ഓൺ എക്സ്പോസ്ഡ് സ്കിൻ, എസ്പെഷ്യലി ഫേസ്. ലൈക്കനിഫൈഡ് ആണ് ഇവിടെ. മറ്റേതില് പാപ്യൂൾസ്, വെസൈക്കിൾസ്, പ്ലേക്സ് ഒക്കെ എറിത്തിമ ഒരു അക്യൂട്ട് പിക്ചർ ആണ് വരുന്നത്. ഇതിൽ ക്രോണിക് ആണ്. ലൈക്കനിഫൈഡ് പ്ലേക്സ് ഓഫ് എക്സിമ സീൻ ഓൺ ദ exposed surface, especially face, and those allergic to plant oleoresins or ingredients of cosmetics. അതൊരു കാരണമാണ്. പ്ലാന്റ് ഒലിയോറെസിൻസും കോസ്മെറ്റിക്സിനോടും അലർജിക് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ക്രോണിക് ആക്ടിനിക് ഡെർമറ്റൈറ്റിസ് വരുന്നത്. ഇതിപ്പോ നമ്മൾ പറഞ്ഞത് പ്രൈമറി ഫോട്ടോ ഡെർമറ്റോസിസ് ആണ്. ഇനി സെക്കൻഡറി ഫോട്ടോ ഡെർമറ്റോസിസ് എന്ന് പറഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ലൈക്ക് ഹെർപ്പിസ് സിംപ്ലെക്സ് ഇൻഫെക്ഷൻ, ലൂപ്പസ് എറിത്തമറ്റോസിസ്, ക്യൂട്ടേനിയസ് പോർഫൈറിയ, റോസേഷ്യ, വിറ്റിലിഗോ ഇങ്ങനത്തെ കാരണങ്ങൾ കാരണം അത് UV റേസിനോട് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് സെക്കൻഡറി ആയിട്ട് വരുന്നതാണ് സെക്കൻഡറി ഫോട്ടോ ഡെർമറ്റോസിസ്. ഡ്രഗ്സ് ഓർ കെമിക്കൽ ഇൻഡ്യൂസ്ഡ് ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉണ്ടാവാം. അതേപോലെ ടോപ്പിക്കൽ ഏജൻസ് ലൈക്ക് സൊറാലൻസ് ഇൻ പ്ലാന്റ്സ് like wild parsley and giant hogweed of umbelliferae are some cosmetics absorb long UV rays and coal tar products etc. ഇതിൽ സെക്കൻഡറി ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ആണ് സെക്കൻഡറി ഫോട്ടോ ഡെർമറ്റോസിസിൽ പറയുന്നത്. ടോപ്പിക്കൽ ഏജൻസ് ഓർക്കുക, പ്ലാന്റ്സിലുള്ള സൊറാലൻസ്, അത് പാർസ്ലി ഫാമിലിയിൽ വരുന്ന, അതേപോലെ ജയന്റ് ഹോഗ്വീഡ് ഓഫ് അംബെലിഫറ ഫാമിലി, ഇതിലൊക്കെ വരുന്ന സൊറാലൻസ് ഇൻ പ്ലാന്റ്സ് ചില ആൾക്കാർക്ക് പ്രശ്നമാണ്. അതേപോലെ കോസ്മെറ്റിക്സിലും. പിന്നെ UV റേസ്, ഇതൊക്കെ UV റേസ് കൂടുതൽ അബ്സോർബ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതേപോലെ കോൾട്ടാർ പ്രോഡക്ട്സ്, ഇതൊക്കെയാണ് ഇത്തരം ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അതേപോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ലൈക്ക് ഹെർപ്പസ് സിംപ്ലെക്സ് ഇൻഫെക്ഷൻ, ലൂപ്പസ് എറിത്തമറ്റോസിസ്, ക്യൂട്ടേനിയസ് പോർഫൈറിയ, റോസേഷ്യ, വിറ്റിലിഗോ ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് UV റേസ് എക്സ്പോസ്ഡ് ആകുമ്പോൾ സെക്കൻഡറി ആയിട്ട് ഫോട്ടോ ഡെർമറ്റോസിസ് വരും എന്നാണ് പറയുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ ഡിസോർഡേഴ്സ് ഓഫ് പിഗ്മെന്റേഷൻ. സർ ടൈം 2:30 ഇത് തീർക്കണോ അതോ സ്റ്റോപ്പ് ചെയ്യണോ? ചെറിയൊരു ടോപ്പിക്കും കൂടെ ഉണ്ട്. ഡോക്ടർ ഓക്കെ ആണെങ്കിൽ എടുത്തോളൂ. ഇതൊന്ന് തീർത്താൽ നമുക്ക് MCQ കൂടെ നോക്കായിരുന്നു. ഓക്കെ ഓക്കെ.
ഇത്രയും കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ചെറിയ 2-3 ടോപ്പിക്കും കൂടെ. ഇതില് സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ ചെറിയ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യാം. ഡിസോർഡേഴ്സ് ഓഫ് പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് കാര്യമായിട്ട് ആൽബിനിസം ആൻഡ് വിറ്റിലിഗോ ആണ് വരുന്നത്. ഒക്യുലോ ക്യൂട്ടേനിയസ് ലീഷൻസ് ആണ് ആൽബിനിസത്തിൽ പ്രോമിനന്റ് ആയിട്ടുള്ളത്. ഡിക്രീസ്ഡ് പിഗ്മെന്റേഷൻ, അതിൽ നോ മെലാനിൻ ഇൻ ദ സ്കിൻ ആൻഡ് ഐസ്, ഹോൾ സ്കിൻ ഇസ് വൈറ്റ് അറ്റ് ബർത്ത് ആൻഡ് പിഗ്മെന്റ് ഇസ് ഡെഫിഷ്യന്റ് ഇൻ ഹെയർ, ഐറിസ് ആൻഡ് റെറ്റിന. സ്കിൻ മൊത്തത്തിൽ വൈറ്റ് ആയിരിക്കും. പിന്നെ പ്രത്യേകം അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഹെയർ, ഐറിസ്, റെറ്റിന. ഇമേജ് ഒന്ന് നോക്കാം. മൊത്തമായിട്ട് എല്ലാവർക്കും അറിയുന്ന കണ്ടീഷനാണ്. ജസ്റ്റ് ഐറിസും റെറ്റിനയിലും കൂടെ അഫക്റ്റഡ് ആണ്. അവർക്ക് ഫോട്ടോഫോബിയ ഉണ്ടാവും, പുവർ വിഷൻ, റൊട്ടേറ്ററി നിസ്റ്റാഗ്മസ്. ഈ പോയിന്റ്സ് ഓർത്തേക്ക്. റൊട്ടേറ്ററി നിസ്റ്റാഗ്മസ്, പുവർ വിഷൻ, ഫോട്ടോഫോബിയ. പിന്നെ സൺബേൺ കോമൺ ആണ്. ഇതില് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട മെലനോസൈറ്റ്സ് പ്രസന്റ് ആണ് ആൽബിനിസത്തില്. വിറ്റിലിഗോ ആണെങ്കിൽ ലോസ് ഓഫ് മെലനോസൈറ്റ്സ് വരുന്നുണ്ട്. അതാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ഇവർക്ക് they have non-pigmented melanocytic navy and amelanotic malignant melanoma. അപ്പോൾ അവർക്ക് ഈ ടെൻഡൻസി ചാൻസ് കൂടുതലാണെന്ന് പറയുന്നത്. നോൺ പിഗ്മെന്റഡ് മെലനോട്ടിക് നേവി ആൻഡ് amelanotic malignant melanoma. Melanocytes are present in albinism. Oculocutaneous affections ഓർക്കുക. Poor vision, photophobia, rotatory nystagmus. പിന്നെ വിറ്റിലിഗോ ആണെങ്കിൽ അക്വയർഡ് കണ്ടീഷൻ ആണ്, അഫക്ട്സ് 1% ഓഫ് ഓൾ റേസസ്. സർക്കംസ്ക്രൈബ്ഡ് ഡീപിഗ്മെന്റഡ് പാച്ചസ് ആണ്. ഇതില് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാച്ചസ് ആയിട്ടാണ് വരിക. അതില് ഈ ബ്രൗൺ, കോഫി ബ്രൗൺ ഇറപ്ഷൻസും കൂടെ ഉണ്ടാവും. സർക്കംസ്ക്രൈബ്ഡ് ഡീപിഗ്മെന്റഡ് പാച്ചസ് ഉണ്ട്. പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി അസോസിയേറ്റഡ് വിത്ത് autoimmune diseases like diabetes mellitus, thyroid, adrenal disease and pernicious anemia. അപ്പോൾ autoimmune conditions associated ആയിട്ട് വരുന്നതാണ് vitiligo. Trauma and sunburn may precipitate vitiligo. Complete loss of melanocytes ആണ് ഇവിടുത്തെ ഫീച്ചർ. മെലനോസൈറ്റ്സ് കംപ്ലീറ്റ് ലോസ് ആവുന്നത് വിറ്റിലിഗോയിലാണ്. ആൽബിനിസത്തിൽ മെലനോസൈറ്റ്സ് പ്രസന്റ് ആണ്, പക്ഷെ മെലാനിൻ സിന്തസൈസ് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇതിൽ സർക്കംസ്ക്രൈബ്ഡ് ഡീപിഗ്മെന്റഡ് പാച്ചസ് ആണ്. മറ്റത് കംപ്ലീറ്റ്ലി ഈവൻ ആയിട്ടാണ് വൈറ്റ് അത് വരുന്നത്. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് വിറ്റിലിഗോ ഒന്ന് ഡീറ്റെയിൽ നോക്കാം. സെഗ്മെന്റൽ വിറ്റിലിഗോ ഉണ്ട്. ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു വൺ പാർട്ട് ഓഫ് ബോഡി. Generalized vitiligo ആണെങ്കിൽ it is symmetrical and involves the hand, wrist, knees, neck, body orifices. Hand, wrist, knee, neck, body orifices. പിന്നെ depigmentation of hair of the scalp and beard. Patches of depigmentation sharply defined ആണ്. In Caucasians ആണെങ്കിൽ it may be surrounded by white coffee colored pigmentation. വൈറ്റ് കൊക്കേഷ്യൻസ് ആണെങ്കിൽ കോഫി കളർഡ് പിഗ്മെന്റേഷൻസ് പ്രോമിനന്റ് ആയിരിക്കും. സെൻസേഷൻ ഇൻ ദ ഡീപിഗ്മെന്റഡ് പാച്ചസ് ഇസ് നോർമൽ. സെൻസേഷന് പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഈ ഫീച്ചേഴ്സ് മാത്രം ഓർത്താൽ മതി. ഡീപിഗ്മെന്റേഷൻ ഓഫ് ഹെയർ ഓഫ് സ്കാൽപ്പ്, ബിയർഡ്. പിന്നെ കോഫി കളർഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഉണ്ടാവും. സൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്, റിസ്റ്റ്, നീ, നെക്ക്, ബോഡി ഓറിഫൈസസ്. പിന്നെ അതർ ഹൈപ്പോ പിഗ്മെന്റേഷൻ കണ്ടീഷൻസ് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. യൂറിയയില് ഇതേപോലെ ഹൈപ്പോ പിഗ്മെന്റേഷൻ കണ്ടീഷൻ ഉണ്ട്. അത് 1 in 25,000 കേസസിൽ മാത്രമേ പ്രിവലന്റ് ആയിട്ടുള്ളൂ. പിന്നെ ഹൈപ്പോ പിറ്റ്യൂട്ടറിസം ആണ് മറ്റൊരു കണ്ടീഷൻ. ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് പിറ്റ്യൂട്ടറി മെലനോട്രോപിക് ഹോർമോൺസ് ആണ് കോസ്. ഹൈപ്പോ പിറ്റ്യൂട്ടറിസം. Pale yellow complexion, skin is atrophic, thinning or loss of sexual hair. ഇതാണ് ഹൈപ്പോപിറ്റ്യൂട്ടറിസം ആയിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള സ്കിൻ കണ്ടീഷനിൽ പറയുന്നത്. ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് പിറ്റ്യൂട്ടറി മെലനോട്രോപിക് ഹോർമോൺസ്, പെയിൽ യെല്ലോ കോംപ്ലക്ഷൻ, സ്കിൻ എട്രോഫി, തിന്നിങ് ഓർ ലോസ് ഓഫ് സെക്ഷൽ ഹെയർസ്. പിന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഡിസോർഡേഴ്സ്
മോസ്റ്റ്ലി ഡ്യൂ ടു ഹൈപ്പർ മെലനോസിസ്. അതർ പിഗ്മെന്റ്സ് ഉള്ളത് ഓറഞ്ച് ഡിസ്കളറേഷൻ വരുന്നത് കെരാറ്റോനീമിയ, ബ്രൗൺസ് കളർ ആണെങ്കിൽ ഹീമോക്രോമറ്റോസിസ്, പിന്നെ ഡ്രഗ് ഇറപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ആർസെനിക് ആണെങ്കിൽ ഡിഫ്യൂസ് ബ്രോൺസ് പിഗ്മെന്റേഷൻ വിത്ത് റെയിൻ ഡ്രോപ്പ് ലീഷൻസ്. അത് നമ്മൾ FMTയിലൊക്കെ പഠിക്കുന്ന റെയിൻ ഡ്രോപ്പ് ലീഷൻസ് ആർസെനിക്. ഓറഞ്ച് ആണെങ്കിൽ കെരാറ്റോനീമിയ, ബ്രൗൺസ് ആണെങ്കിൽ ഹീമോക്രോമറ്റോസിസ്, ആർസെനിക് ബ്രോൺസ് പിഗ്മെന്റേഷൻ വിത്ത് റെയിൻ ഡ്രോപ്പ് പാറ്റേൺ. ദെൻ ലോക്കലൈസ്ഡ് ഹൈപ്പർ മെലനോസിസ് ആണ് പിന്നെ വരുന്നത് ഫ്രെക്കിൾസ് ആൻഡ് ലെന്റിജീൻസ്. ഫ്രെക്കിൾസിന്റെ മറ്റൊരു പേരാണ് എഫിലിഡ്സ്. അതില് ഷാർപ്ലി ഡിമാർക്കേറ്റഡ് ലൈറ്റ് ബ്രൗൺ മാക്യൂൾസ് ആണ് പറയുന്നത്. ആദ്യം നമുക്ക് ഇമേജ് ഒന്ന് നോക്കാം. ഈ ഫ്രെക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്ലി ഡിമാർക്കേറ്റഡ് ആണ്. നമുക്ക് കറക്റ്റ് മാർജിൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ലെന്റിജീൻസ് ആണെങ്കിൽ അത്ര കറക്റ്റ് മാർജിൻസ് ഡിമാർക്കേറ്റഡ് അല്ല, കുറച്ചും കൂടെ ഒരു ഡിഫ്യൂസ് ടൈപ്പ് ആണ് വരുന്നത്. ഷാർപ്ലി ഡിമാർക്കേറ്റഡ് ലൈറ്റ് ബ്രൗൺ മാക്യൂൾസ് ഓഫ് അപ് ടു 5 millimeter ഡയമീറ്റർ. സൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പോസ്ഡ് പാർട്സിലാണ് കാണുന്നത്. ദേ മൾട്ടിപ്ലൈ ആൻഡ് ബിക്കം ഡാർക്കർ വിത്ത് സൺ എക്സ്പോഷർ. മെലാനിൻ ഇസ് ഇൻക്രീസ്ഡ് വിത്തൗട്ട് മെലനോസൈറ്റ് പ്രോളിഫറേഷൻ. മെലനോസൈറ്റ് നോർമൽ ആയിരിക്കും, മെലാനിൻ ആണ് ഇൻക്രീസ്ഡ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ബ്രൗൺ മാക്യൂൾസ് വരുന്നത്. അപ് ടു 5 millimeter വരെ ഡയമീറ്റർ പോവാം. എക്സ്പോസ്ഡ് പാർട്സിലാണ് കാണുന്നത്. സൺ എക്സ്പോഷറിൽ മൾട്ടിപ്ലൈ ആൻഡ് ബിക്കം ഡാർക്കർ. അതാണ് ഫ്രെക്കിൾസ് ഓർ എഫിലിഡ്സ്. ഇതിൽ വരുന്ന ഫസ്റ്റ് ഇമേജ് ആണിത്. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ലെന്റിജീൻസ് ആണ്. ഇത് കുറച്ചും കൂടെ സ്മോളർ സൈസ് 1 millimeter to 1 centimeter വരെ പോകാം. പക്ഷെ ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ പറഞ്ഞാൽ അത്ര ഷാർപ്ലി ഡിമാർക്കേറ്റഡ് അല്ല. ഇമേജിൽ നിന്ന് വ്യക്തമാണ്. ഇറഗുലർ ഔട്ട്ലൈൻ ആണ്. ഏജ് എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് ആൻഡ് മോസ്റ്റ് കോമൺ ആഫ്റ്റർ മിഡിൽ ഏജ് കഴിഞ്ഞതിന് ശേഷം ചൈൽഡ്ഹുഡ്. പിന്നെ ഫേസ്, ബാക്ക് ഓഫ് ഹാൻഡ്സ്, ലിവർ സ്പോട്സ് ആണ് പറയുന്നത്. ഫേസും ബാക്ക് ഓഫ് ഹാൻഡ്സിലും ലിവർ സ്പോട്സ്. ഇതാണ് ലെന്റിജീൻസ്. പിന്നെ മെലനോസൈറ്റ് നമ്പർ ഇസ് ഇൻക്രീസ്ഡ്. ഇതിലും ആ ഒരു ഡിഫറൻസ് നോട്ട് ചെയ്യാം. മെലനോസൈറ്റ് പ്രോളിഫറേഷന് ഫ്രെക്കിൾസിൽ ഇല്ല, മെലാനിൻ മാത്രമാണ് ഇൻക്രീസ്ഡ് ആയിട്ടുള്ളത്. ലെന്റിജീൻസ് ആണെങ്കിൽ മെലനോസൈറ്റിന്റെ നമ്പർ ഇൻക്രീസ്ഡ് ആണ്. ഫ്രെക്കിൾസ് ഷാർപ്ലി ഡിമാർക്കേറ്റഡ് ആണ്. ലെന്റിജീൻസ് അത്ര തന്നെ ഷാർപ്ലി ഡിമാർക്കേറ്റഡ് അല്ല. ആ ഒരു രണ്ട് ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മതി. പിന്നെ മൾട്ടിപ്പിൾ ലെന്റിജീൻസ് ആർ സീൻ ഓൺ ആൻഡ് അറൌണ്ട് ദ ലിപ്പ്, ബക്കൽ മ്യൂക്കോസ ആൻഡ് ഫിംഗേഴ്സ് ഇൻ പ്യൂട്സ്-ജഗർ സിൻഡ്രോം. ജസ്റ്റ് MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് ഓർത്ത് വെക്കുക. പ്യൂട്സ്-ജഗർ സിൻഡ്രോമില് മൾട്ടിപ്പിൾ ലെന്റിജീൻസ് ആർ സീൻ ഓൺ ആൻഡ് അറൌണ്ട് ദ ലിപ്സ് ആൻഡ് ബക്കൽ മ്യൂക്കോസ ആൻഡ് ഫിംഗേഴ്സ്. ഫിംഗേഴ്സിൽ, ലിപ്സിൽ, ബക്കൽ മ്യൂക്കോസയിലാണ് പ്യൂട്സ്-ജഗർ സിൻഡ്രോമില് ലെന്റിജീൻസ് കാണുന്നത്. It is associated with the small intestinal polyposis and intersusception. Small intestinal polyposis and intersusception വരുന്ന കണ്ടീഷനിലാണ് ഈ ഒരു ലെന്റിജീൻസ് കാണുന്നത് around lips, buccal mucosa and fingers. ഇതാണ് പ്യൂട്സ്-ജഗേഴ്സ് സിൻഡ്രോം. പിന്നെ ഞാൻ ഡേവിഡ്സണില് പ്രിപ്പയർ ചെയ്തപ്പോൾ കാണാത്ത കുറച്ച് അഡീഷൻസ് ആഡ് ചെയ്തതാണ്. ഇത് ഡേവിഡ്സൺ എന്നല്ല, വിട്ടുപോയിന്ന് തോന്നിയ പോയിന്റ്സ് എടുത്ത് ആഡ് ചെയ്തതാണ് ഇനിയുള്ളത്. ജസ്റ്റ് 2-3 പോയിന്റ്സ്. അതിൽ വിക്ഹാംസ് ട്രയേ എന്ന് പറഞ്ഞാല് ഫൈൻ വൈറ്റ് ഓർ ഗ്രേ ലൈൻസ് ഓർ ഡോട്ട്സ് സീൻ ഓൺ ദ ടോപ്പ് ഓഫ് ദ പാപ്പുലർ റാഷ് ആൻഡ് ഓറൽ മ്യൂക്കോസ ലീഷൻസ്. ഇത് ലൈക്കൻ പ്ലാനസിലാണ് കാണുന്നത്. ഈ ഒരു ഇമേജിൽ നിന്ന് കാണാം ഒരു വൈറ്റ് ഓർ ഗ്രേ ലൈൻസ് ഓർ ഡോട്ട്സ് ഓൺ ദ ടോപ്പ് ഓഫ് പാപ്പുലർ റാഷ് ഇൻ ദ ഓറൽ മ്യൂക്കോസ. നമ്മൾ പറഞ്ഞു ലൈക്കൻ പ്ലാനസിന്റെ ലീഷൻസ് പറഞ്ഞു പാപ്പുലർ, അതിന്റെ മുകളിലുള്ള വൈറ്റ് ഓർ ഗ്രേ ലൈൻസ് ആണ് വിക്ഹാംസ് ട്രയേ. അത് ഈ രീതിയിലാണ് കാണാം. ഇറ്റ് ഈസ് ഓൾസോ സീൻ ഇൻ, അത് നോട്ട് ചെയ്യാം, സോറിയാസിസിലുണ്ട്, ഡിസ്കോയിഡ് ലൂപ്പസ്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഫോട്ടോ സെൻസിറ്റിവിറ്റി. നമ്മൾ പെട്ടെന്ന് ലൈക്കൻ പ്ലാനസോ സോറിയാസിസ് ഒക്കെ മാത്രം ഓപ്ഷൻസിൽ കാണുമ്പോൾ മറ്റ് ഓപ്ഷൻസും കൂടി ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് ഓൾസോ സീൻ ഇൻ
discoid lupus, and drug-induced photosensitivity. Lichen planus, psoriasis, discoid lupus, drug-induced photosensitivity. ഇതിലൊക്കെ വിക്ഹാംസ് ട്രൈ കാണും. പിന്നെ കോബ്നർ ഫിനോമിന പറഞ്ഞു. അതിൽ appearance of new skin lesions on previous unaffected skin secondary to trauma എന്ന് പറഞ്ഞു. It is also seen in psoriasis കൂടാതെ eczema, lichen planus, vitiligo and warts പറയുന്നുണ്ട്. Psoriasis, eczema, lichen planus, vitiligo and warts. പിന്നെ ഓസ്പിറ്റ് സൈൻസ് എന്നാൽ appearance of small bleeding points after the successive layers of scales are removed from psoriatic plaques. ഇപ്പൊ ഓസ്പിറ്റ് സൈൻസ്, കോബ്നർ ഫിനോമിന, വിക്ഹാംസ് ട്രൈ ഇതൊക്കെ നമ്മള് സോറിയാസിസിൽ കോമൺ ആയിട്ട് പറയുന്നതാണ്. പക്ഷെ അതൊന്നും ഡേവിഡ്സണിൽ അത്ര ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ KVKയിലാണ് കുറച്ചും കൂടെ വൃത്തിക്ക് പറഞ്ഞിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ പിന്നെ ആഡ് ചെയ്തതാണ്. അപ്പൊ ഈ മറ്റ് കണ്ടീഷൻസും കൂടെ ഒന്ന് ഓർക്കുക. സോറിയാസിസ്, എക്സീമ, ലൈക്കൻ പ്ലാനസ്, വിറ്റിലിഗോ, വാർഡ്സിലൊക്കെ കോബ്നർ ഫിനോമിന ഉണ്ടാവും. ഓസ്പിറ്റ് സൈൻ ഉണ്ടാവുന്നത് സോറിയാസിസ് കൂടാതെ ഡാരിയസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. അത് സോറിയാസിസ് ഒക്കെ പോലെ തോന്നുന്ന ഒരു ഭയങ്കര ലൈക്കനിഫൈഡ് ആയിട്ടുള്ള ഒരു തിക്ക് ഇറപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു കണ്ടീഷനാണ്, ഒരു ഒഫൻസീവ് ഡിസ്ചാർജ് ഒക്കെ വരുന്നത്. അതിന്റെ ഈ ഒരു വാർട്ട് ലൈക്ക് സംഭവമാണ് അതിൽ പറയുന്നത്. ആ ലെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലീഡിങ് വരുന്നുണ്ട്. അതാണ് സോറിയാസിസ് പോലെ തന്നെ ഡാരിയസ് ഡിസീസിലും ഓസ്പിറ്റ് സൈൻ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ നമ്മളെ ബുക്സിലൊന്നും അത്ര കോമൺ ആയിട്ട് കാണാത്തത് കൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇത് നെറ്റിൽ നോക്കിയപ്പോൾ കിട്ടിയതാണ്. ഡാരിയസ് ഡിസീസ്, അതിലും ഓസ്പിറ്റ് സൈൻ ഉണ്ട്. പിന്നെ ആക്ടിനിക് കെരാറ്റോസിസ്, ഈ 3 കണ്ടീഷനിലുമാണ് ഓസ്പിറ്റ് സൈൻ ഉള്ളത്. സോറിയാസിസ്, ഡാരിയസ് ഡിസീസ്, ആക്ടിനിക് കെരാറ്റോസിസ്. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കണ്ടീഷൻസ് ആണ് ഈ പിറ്റേറിയാസിസ് ആൽബ, പിറ്റേറിയാസിസ് വേഴ്സിക്കുലർ ഒക്കെ. അതും എനിക്ക് ഡേവിഡ്സണിൽ കാണാൻ പറ്റിയിട്ടില്ല, പുറത്തുനിന്ന് ആഡ് ചെയ്തതാണ്. പിറ്റേറിയാസിസ് ആൽബ നമുക്കറിയാം കോമൺ ആയിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടത് പിറ്റേറിയാസിസ് വേഴ്സിക്കുലർ ആയിട്ടാണ്. ഈ ആൽബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കോമൺ ബിനൈൻ സ്കിൻ കണ്ടീഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് റൗണ്ട് ഓർ ഓവൽ ഹൈപ്പോപിഗ്മെന്റഡ് ലീഷൻസ് വിത്ത് fine scales and occurring predominantly in children and adolescents. Most patients have a history of atopy, and pityriasis alba may be a minor manifestation of atopic dermatitis. ചില കേസിൽ എട്ടോപിക് ഡെർമറ്റൈറ്റിസിന്റെ ഒരു ചെറിയ മാനിഫെസ്റ്റേഷൻ ആയിട്ട് കാണാം. പക്ഷെ ഇതില് പിറ്റേറിയാസിസ് വേഴ്സിക്കുലറില് വേഴ്സിക്കുലർ ആണെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ കാരണമാണ് വരുന്നത്. ദാറ്റ് കോസസ് സ്മോൾ ഡിസ്കളർഡ് പാച്ചസ് ഓഫ് സ്കിൻ ആൻഡ് പിറ്റേറിയാസിസ് വേഴ്സിക്കുലർ ഇസ് ഡ്യൂ ടു ദ ഓവർഗ്രോത്ത് ഓഫ് ദ ഈസ്റ്റ് മലാസേസിയ ഫെർഫർ. അതൊന്ന് ഓർത്തു വെക്കാം. ടീനിയ വേഴ്സിക്കുലർ ഓർ പിറ്റേറിയാസിസ് വേഴ്സിക്കുലറിൽ വരുന്ന ഓർഗാനിസം മലാസേസിയ ഫെർഫർ ആണ്. ഇറ്റ് ഇസ് മോസ്റ്റ് ഓഫൺ അഫക്റ്റഡ് ടീനേജ് ആൻഡ് യങ് അഡൽട്ട്. The condition is not contagious. രണ്ടും contagious അല്ല. ഇത് വേഴ്സിക്കുലർ ആണ് ഫംഗൽ ഇൻഫെക്ഷൻ. മലാസേസിയ ഫെർഫർ ആണ് ഈസ്റ്റ് കോസ് ചെയ്യുന്നു പിറ്റേറിയാസിസ് വേഴ്സിക്കുലർ. ഇനി MCQs ആണ്. സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. റിവൈസ് ചെയ്യണോ, എന്താ ചെയ്യണ്ടേ? MCQs നോക്കി പോയാൽ മതിയോ സർ? Psoriasis is associated with HLA-CW6. Okay. പിന്നെ ഒരു കണ്ടീഷൻ കേസ് പോലെയാണ്. A girl presented with sharply demarcated light brown macules of about 5 mm diameter on exposed parts. It becomes darker with exposure, sun exposure, and the condition is freckles ആണോ എഫിലിറ്റ്സ്? both A and B lentigens. Freckles. both A and B. freckles-ന്റെ മറ്റൊരു പേരാണ് എഫിലിറ്റ്സ്. അപ്പം both A and B ആണ് വരിക.
നമ്മൾ പറഞ്ഞു ലെൻറ്റിജീൻസ് അത്ര ഷാർപ്ലി ഡിമാർക്കേറ്റഡ് അല്ല. ആ ഇമേജ് ഓർക്കുക, ഒരു ഗേളിന്റെ ഒരു ഇമേജ് നമ്മൾ വെച്ചിരുന്നല്ലോ. പിന്നെ മെലനോസൈറ്റ് നമ്പർ is increased with dark brown macules of up to 1 centimeter diameter with irregular outline. ഇത് ജസ്റ്റ് ഞാൻ അതേപോലെ എടുത്തിട്ടതാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിട്ട്. ലെൻറ്റിജീൻസ് ഇതില് മെലനോസൈറ്റ് നമ്പർ ഇൻക്രീസ്ഡ് ആണ്, അതൊന്ന് ഓർത്ത് വെക്കാം. പിന്നെ ഡാർക്ക് ബ്രൗൺ മാക്യൂൾസ് അപ് ടു 1 centimeter, ഇറഗുലർ ഔട്ട്ലൈൻ ആണ്. മറ്റത് കുറച്ചും കൂടെ ഷാർപ്ലി ഡിമാർക്കേറ്റഡ് ആണ്. പിന്നെ സോറിയാസിസ് ജീൻ ഇസ് ഓൺ 17q. ഓക്കെ. പിന്നെ സ്യൂഡോമോണാസ് എറിജിനോസസ് അസോസിയേറ്റഡ് വിത്ത് Venus ulcer. അല്ല, പ്രഷർ സോർ അല്ലേ പറഞ്ഞേ? പ്രഷർ സോർ ആണ്. പിന്നെ ഡിഫക്റ്റീവ് ടൈപ്പ് 7 കൊളാജൻ is seen in all. ജംഗ്ഷണൽ അല്ലേ നമ്മൾ പറഞ്ഞ? ജംഗ്ഷണൽ ടൈപ്പിലല്ലേ? ഞാൻ ഒന്നുകൂടെ കാണിക്കാം. സോറി കേട്ടോ, ഡിസ്ട്രോഫിക്കിലാണ്. ശരിയാ, ഡിസ്ട്രോഫിക്കിലാണേ, എനിക്ക് തെറ്റിപ്പോയതാ. ഡിസ്ട്രോഫിക്കിലാണ്. കുറച്ച് കൺഫ്യൂസിങ് ആണ് ആ ഏരിയ, ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ പവർ പോയിന്റ് ഷെയർ ചെയ്യാം. ഡിസ്ട്രോഫിക്കിലാണ് വരുന്നത് ഡിഫക്റ്റീവ് ടൈപ്പ് 7 കൊളാജൻ. ഡിസ്ട്രോഫിക്. ഇനി colloid bodies and saw tooth dermoepidermal junctions are seen in lichen planus. Yes. പിന്നെ melanocytes are absent in Vitiligo. inverted champagne bottle appearance is seen in Dermatosclerosis. okay. Mossy foot affects lymphatics. Okay. Squamous cell carcinoma in a venous ulcer is called Marginal ulcer. Christmas tree pattern eruption is seen in Pityriasis rosea. okay. Okay. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നാളെ നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ ഹെയർ ഡിസോർഡേഴ്സ് പിന്നെ ട്യൂമേഴ്സ് ഒക്കെയാണ് ഇനി കവർ ചെയ്യാനുള്ളത്. ഹെയർ ഡിസോർഡേഴ്സ്, ഹിർസ്യൂട്ടിസം, നെയിൽ ഡിസോർഡേഴ്സ്, അതൊക്കെ ഒന്ന് വായിച്ചിട്ട് വരണേ. ക്ലബിങ്. എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടോ ഇന്നത്തത്? എനിക്ക് ഈ തോന്നുന്നു പറഞ്ഞ ഭാഗങ്ങളിൽ എന്തെങ്കിലും പുതുതായിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം, അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് ഇടുക. സോറിയാസിസിന്റെയും ഈ പറഞ്ഞ ഗൾസേഴ്സ് അതൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ല ക്വസ്റ്റ്യൻസും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടെങ്കിലും അതെല്ലാം ഒന്ന് ഷെയർ ചെയ്യാം. ഇപ്പൊ പറയാൻ പറ്റുന്നത് ഇപ്പൊ പറയാം. സോറിയാസിസിൽ HLA-B57 വരുന്നുണ്ടോ ഡോക്ടറെ? അത് സ്പോണ്ടിലല്ലേ, നമ്മളെ ആൻകൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് അല്ലേ? ഇതിൽ CW6 മാത്രമേ ഉള്ളൂ. CW6 ഉണ്ട്. മറ്റത് എന്റെ ഓർമ്മയില് ആൻകൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസിലല്ലേ? KVKL പറയുന്നുണ്ട്. ഉണ്ടോ? രണ്ടും ഉണ്ടോ? ഡേവിഡ് സണിലെ ഈ ഒരു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, CW6 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റതും കൂടെ ഉണ്ടോ? B57 നോട്ടിൽ എഴുതിയിട്ടുണ്ട്, KVK എന്നാണ്. KVKL പറയുന്നുണ്ട് ഡോക്ടർ. K57 ആണല്ലേ? അത് നമുക്കല്ലേ.
അതൊന്ന് ഗ്രൂപ്പിലിടണേ. അതേപോലെ എനിക്കിപ്പോ ഓർമ്മ വന്നതാണ്, ഈ സോറിയാസിന്റെ കുറെ ടൈപ്സ് ഇല്ലേ, നമ്മള് ആർത്രൈറ്റിസ് ഒക്കെ കോസ് ചെയ്യുന്നില്ല, അതൊന്നും ഡേവിഡ്സണിൽ കണ്ടില്ലല്ലോ. സോറിയാറ്റിക് ആർത്രൈറ്റിസ് അതിനിപ്പോ സ്കിന്നിലല്ലാത്തോണ്ടായിരിക്കും അല്ലെ ഇതിലില്ലാത്ത. മറ്റെന്തെങ്കിലും ടൈപ്സ് ഒക്കെ കാണുവാണെങ്കിൽ ഒന്നിടണേ. ഇന്റർഫലാൻജിയൽ ജോയിന്റ്സിനല്ലേ എഫക്ട് ചെയ്യണല്ലേ സോറിയാസിസ്? ഇതിലിപ്പോ സ്കിന്ന് മാത്രാണല്ലോ, ഡെർമറ്റോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സോറിയാസിന്റെ ബാക്കി ഫീച്ചേഴ്സ് ഒന്നും കണ്ടില്ല. ഡോക്ടർ, സോറിയാസിന്റെ നെയിൽ ചേഞ്ചസും അധികം പറഞ്ഞില്ല. അത് നമ്മൾ നെക്സ്റ്റ് വരുന്നുണ്ട്. ഓക്കെ നെക്സ്റ്റ് സമയമില്ലാത്തോണ്ടാണ്. ഓക്കെ നെക്സ്റ്റ് ഡേ നമ്മൾ അതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ HLA CW6 അല്ലാതെ HLA B13 B17 പറയുന്നുണ്ട്. B13 B17 പറയുന്നുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻസ് എപ്പോഴും CW6 മാത്രമേ ചോദിക്കുന്നുള്ളതുകൊണ്ടാണ് പല ടെക്സ്റ്റ് ബുക്കിലും CW6 മാത്രം കാണാറുള്ളൂ. പിന്നെ ഇതിന്റെ അകത്ത് കിട്ടണം B13 13 and 17 അതൊന്ന് ഗ്രൂപ്പിലിടണേ. ഓക്കെ. പിന്നെ ട്രയാഡ് ഓഫ് സോറിയാസിസ് ഉണ്ട്. ട്രയാഡ് ഓഫ് സോറിയാസിസ് സ്കെയിലിംഗ്, എർത്തീമ ആൻഡ് തിക്കനിങ് ആണ്. സ്കെയിലിംഗ്, തിക്കനിങ്ങും എർത്തീമയാണ് ട്രയാഡ് ഓഫ് സോറിയാസിസ് എന്ന് പറയുന്നത്. എർത്തീമ നമുക്ക് എല്ലാവർക്കും അറിയാം, ന്യൂ ബ്ലഡ് വെസൽസിന്റെ ഫോർമേഷൻ കാരണം. തിക്കനിങ്ങും നമ്മുടെ എപ്പിഡെർമിസ് തിക്കൻ ആവുന്നതുകൊണ്ടും, സ്കെയിലിംഗ് ഫോൾട്ടി നമ്മുടെ എപ്പിഡെർമൽ കെരാറ്റിനൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് സ്കെയിലിംഗും വരുന്നു. അപ്പൊ അത് മൂന്നും ട്രയാഡ് ഓഫ് സോറിയാസിസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ സെബോറിക് സോറിയാസിസ്, അങ്ങനെ സോറിയാസിന്റെ ടൈപ്സ് പറഞ്ഞില്ല, ഗട്ടേറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. സെബോറിക്കിന്റെ അകത്ത് ഹെയർ ലോസ് വരുന്നില്ല, ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. സെബോറിക് സോറിയാസിസിൽ ഹെയർ ലോസ് വരാറില്ല. പിന്നെ പസ്റ്റുലാർ സോറിയാസിസ് പറഞ്ഞില്ല, അതിന്റെ അകത്ത് ജനറലൈസ്ഡും ലോക്കലൈസ്ഡും ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മെൻഷൻ ചെയ്തിട്ടുള്ളൂ, അതെനിക്ക് തോന്നുന്നു അതിലൊക്കെ പോയി. അതൊന്ന് ഡോക്ടർ ഒന്ന് ആഡ് ചെയ്യോ, ഗ്രൂപ്പിലിടോ? ഞാൻ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം. രണ്ട് ടൈപ്പ് ആയിട്ട് പറയുന്നത്, ജനറലൈസ്ഡും ലോക്കലൈസ്ഡും. ഷെയർ ചെയ്യാം, എന്നാണ് നമുക്ക് മനസ്സിലാവുമല്ലോ ആരൊക്കെ ഏതൊക്കെ അല്ലാത്തതെന്നല്ല. ഓക്കെ. പിന്നെ ഹിസ്റ്റോപെത്തോളജിക്കൽ ചേഞ്ചസ് ഇൻ സോറിയാസിസും ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ യൂഷ്വലി നമ്മൾ പറയുന്ന സ്കിൻ ചേഞ്ചസ് എന്തെല്ലാം കാണുന്നു എന്നുള്ളത് ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഹിസ്റ്റോപെത്തോളജിക്കൽ ചേഞ്ചസിൽ ഡോക്ടർ ഇത് മാത്രം എന്താ പറയാ, അക്കാന്തോസിസ് ഒക്കെ പറഞ്ഞു മെൻഷൻ ചെയ്തു എന്ന് തോന്നുന്നു. മുൺറോ മൈക്രോ ആപ്സിസ് ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സ്പോഞ്ചിഫോം പസ്റ്റൂൾസ് ഓഫ് കൊഗോജ്, അതൊക്കെ ഹിസ്റ്റോപെത്തോളജിക്കൽ ചേഞ്ചസ് ആണ്. അപ്പം ന്യൂട്രോഫിൽസ് അക്യുമുലേറ്റ് ചെയ്യുന്ന പല ലെയറിൽ ന്യൂട്രോഫിൽസ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ സ്പൈനോസത്തിലാണ് ന്യൂട്രോഫിൽസ് അക്യുമുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ സ്പോഞ്ചിഫോം പസ്റ്റൂൾസ് ഓഫ് കൊഗോജ് എന്നും, സ്ട്രാറ്റം കോർണിയത്തിലാണ് ന്യൂട്രോഫിൽസ് അക്യുമുലേറ്റ് ചെയ്യുന്നതെങ്കിൽ മുൺറോ മൈക്രോ ആപ്സിസ് എന്നും പറയും. ഇതൊക്കെ ഹിസ്റ്റോപെത്തോളജിക്കൽ ചേഞ്ചസ് ആണ്. പിന്നെ പാരാകെരാറ്റോസിസും ഹൈപ്പർ കെരാറ്റോസിസും. ഹൈപ്പർ കെരാറ്റോസിസ് പറഞ്ഞു ഡോക്ടർ, പാരാകെരാറ്റോസിസ് പറഞ്ഞില്ല. ഇതൊന്നും ഡേവിഡ്സണിൽ ഇല്ല കേട്ടോ. എന്നാല് പക്ഷെ എനിക്ക് തോന്നി എന്തൊക്കെയോ വിട്ടിട്ടുണ്ട്, കാരണം KVK പണ്ട് വായിച്ചപ്പോ കുറെ കൂടെ പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതെ. പാരാകെരാറ്റോസിസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ഈ സോറിയാസിസിൽ പറയുമല്ലോ. കാരണം കെരാറ്റിൻസ് നോർമലി ബേസിൽ നിന്ന് മുകളിലത്തെ സ്പൈനോസം ലെയറിലോട്ട് വരുമ്പോഴേക്കും 28 days ആണ് എടുക്കുന്നത് ഡോക്ടർ പറഞ്ഞല്ലോ. ആ 28 days എടുക്കുമ്പോഴേക്കും സെല്ലിന്റെ ന്യൂക്ലിയസ് ഷെഡ് ചെയ്തിട്ടുണ്ടാകും ഔട്ടർ ലെയർ എത്തുമ്പോൾ. പക്ഷെ സോറിയാസിസിന്റെ കേസസിൽ 28 ദിവസത്തിന് മുന്നേക്കാൾ സ്പീഡ് കൂടുതൽ, പെട്ടെന്ന് സെല്ല് ഡിവൈഡ് ചെയ്ത് മുകളിലോട്ട് എത്തുമ്പോൾ ആ ന്യൂക്ലിയസ് ഷെഡ് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അപ്പൊ മുകളിലുള്ള സെൽസിൽ ന്യൂക്ലിയസ് ഉണ്ടാകും. ആ ന്യൂക്ലിയേറ്റഡ് സെൽസിൽ ഉള്ള പ്രസൻസിനെയാണ് നമ്മൾ പാരാകെരാറ്റോസിസ് എന്ന് പറയുന്നത്. അത് സോറിയാസിസിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചറാണ് പാരാകെരാറ്റോസിസ്. അബ്നോർമൽ കെരാറ്റിനൈസേഷൻ നമ്മൾ പറയുന്നെങ്കിലും ഹിസ്റ്റോപെത്തോളജിക്കൽ ചേഞ്ചസിൽ പാരാകെരാറ്റോസിസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ 2 സ്കോറിംഗ് ഉണ്ട് സോറിയാസിസിന്. സോറിയാസിസ് സിവിയാരിറ്റി ഇൻഡെക്സ് സ്കോർ, പാസി എന്നും നെയിൽ ഇൻവോൾവ്മെന്റ് നോക്കാൻ വേണ്ടിയുള്ള നാപ്സി സ്കോർ, അത് രണ്ടും. ഇതൊക്കെ കുറച്ച് ആഡ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിലിടാം. പിന്നെ അങ്ങനെ ഓരോന്നിലും ഉണ്ട്. ലൈക്കൻ പ്ലാനസിലും ഡേവിഡ്സണിലും കുറച്ച് പോയിന്റ്സേ ഉള്ളൂ എന്ന് തോന്നുന്നു ഡോക്ടറെ. കുറച്ചുകൂടി കുറച്ചുകൂടി നമ്മൾ ഇതിന് ചോദിക്കുന്നുണ്ട് ലൈക്കൻ പ്ലാനസിലും അങ്ങനത്തെ കാര്യങ്ങള്.
അപ്പം ലൈക്കൻ പ്ലാനസിലും 2-3 അഡിഷൻസ് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും അസോസിയേറ്റഡ് ആണത്. അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഏത് ഡിസീസുമായിട്ടാണ് അസോസിയേറ്റഡ് ലൈക്കൻ പ്ലാനസ്. ബിയും സിയിലും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോക്ടർ മറ്റേ 5P പറഞ്ഞു. പിന്നെ ലൈക്കൻ പ്ലാനസിൽ ഓറൽ ലൈക്കൻ പ്ലാനസ് പറയാൻ വിട്ടുപോയി. അതിൻ്റെ അകത്ത് നമ്മുടെ ഡെന്റൽ നമ്മുടെ പല്ലൊക്കെ ഫില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ റൂട്ട് ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ പല്ല് ഫില്ല് ചെയ്യത്തില്ല, അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്നത്. കാരണം അതിൻ്റെ അകത്ത് ഡെന്റൽ അമാൽഗത്തിൽ മെർക്കുറി ഉണ്ട്. അത് കാരണം ഓറൽ ലൈക്കൽ പ്ലാനസ് ട്രിഗർ ചെയ്യുന്നുണ്ട്. അപ്പം ഡെന്റൽ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്ന സമയത്താണ് ട്രിഗർ ചെയ്യുന്നുള്ള ഇമ്പോർട്ടന്റ് ആണ് ഓറൽ ലൈക്കൻ പ്ലാനസിന്. അപ്പൊ അതുണ്ട്. പിന്നെ അതിനകത്തുള്ള നെയിൽ ചേഞ്ചസ് പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് എക്സ്ട്രാ. പിന്നെ ഹിസ്റ്റോപാത്തോളജിക്കൽ ആഡ് ഓൺ ഉണ്ട്. ഹിസ്റ്റോപാത്തോളജിക്കൽ ചേഞ്ചസിൽ സോ ടൂത്ത് അപ്പിയറൻസ് ഇപ്പൊ ക്വസ്റ്റ്യനിൽ വന്നു. നമ്മുടെ റൈറ്റ് എഡ്ജസിന്റെ സോ ടൂത്ത് അപ്പിയറൻസും സിവേറ്റ് ബോഡീസും ഡോക്ടർ പറഞ്ഞു. അതുപോലെ തന്നെയാണ് സോറിയാസിസും കമ്പയർ സോറിയാസിസിൽ സോ ടൂത്ത് അപ്പിയറൻസ് അല്ല, അതിൽ ശരിക്കും റെഡ് എഡ്ജസ് ഇലോങ്ങേറ്റ് ചെയ്തായിട്ട് ഇരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കമ്പാരിസൺ ആയിട്ടുണ്ട് ഈ ഇതിന്റെ ഉണ്ട്. പിന്നെ KVK മാത്രല്ല, ഹാരിസണിലുണ്ട്. കുറച്ച് നമ്മുടെ ഗൈഡ് ബുക്സിൽ അങ്ങനത്തെ കാര്യങ്ങളില്. പിന്നെ പിറ്റേറിയാസിസ് റോസിയയിൽ നമ്മൾ പറഞ്ഞ കോളറേറ്റ് സ്കെയിൽസ് പറഞ്ഞില്ലായിരുന്നോ? കോളറേറ്റ് സ്കെയിൽസ് അത് എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. കോളറേറ്റ് സ്കെയിൽസ്, കോളറേറ്റിന്റെ മീനിങ്ങും കണ്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ചെറുത്, ETT എന്ന് പറയുന്നത് ചെറുത്, അതായത് സംതിങ് വിച്ച് ഇസ് പ്രസന്റ് ഓൺ ദ പെരിഫറി. അപ്പം കോളറേറ്റ് സ്കെയിൽസ് എന്ന് പറയുമ്പോൾ കോളർ എന്ന് പറയുമ്പോൾ പെരിഫറിയിൽ എന്തോ കാണുന്നതിനെയാണ് നമ്മൾ കോളർ എന്ന് പറയുന്നല്ലോ. അപ്പം എന്ന് പറഞ്ഞാൽ സ്മോൾ ആണ്. അപ്പൊ സ്മോൾ തിങ്സ് വിച്ച് ഇസ് പ്രസന്റ് ഓൺ ദ പെരിഫറിനെയാണ് കോളറേറ്റ് എന്ന് പറയുന്നത്. അപ്പം കോളറേറ്റ് സ്കെയിൽസ് എന്ന് പറഞ്ഞ് എടുത്ത് ചോദിച്ചത് പിറ്റേറിയാസിസ് റോസിയിലാണ്. അതിലൊരു സൈൻ ഉണ്ട്, ഹാങ്ങിങ് കർട്ടൻ സൈൻ. അതായത് ആ സ്കെയിൽസിന്റെ പ്രത്യേകത ഔട്ടർ ബോർഡർ സ്കിന്നുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, ഇന്നർ ബോർഡർ ഫ്രീ ആയിട്ട് കിടക്കും. അപ്പൊ അതുകൊണ്ട് കാറ്റത്ത് ഇങ്ങനെ ആടുന്ന കർട്ടൻ പോലെ ആയിരിക്കും പിറ്റേറിയാസിസ് റോസിയുടെ സ്കെയിൽസ്. അതുകൊണ്ട് തന്നെ ഹാങ്ങിങ് കർട്ടൻ സൈൻ എന്നൊരു സാധനം ഉണ്ട് പിറ്റേറിയാസിസ് റോസിയയില്. അങ്ങനെ കുറച്ച് ഉണ്ടല്ലോ. കുറച്ചധികം പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ട്. കോപ്പി പേസ്റ്റ് ചെയ്താലും മതി, നെറ്റിൽ അവൈലബിൾ ആണെങ്കിൽ. ഞാനിത് നോട്ട് എഴുതി വെച്ചിരുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പൊ അത് ടൈം കിട്ടുമ്പോ ആഡ് ചെയ്യാം. ബാക്കിയിലും പറഞ്ഞതിലും കുറച്ചുകൂടെ ആഡ് ചെയ്യാനുണ്ട്, അത് ഞാൻ ഇട്ടേക്കാം. അത് ഡേവിഡ്സൺ ഡോക്ടർ അതിൻ്റെ അകത്തുള്ള പോയിന്റ്സ് കുറവായതുകൊണ്ടാണ്. KVKയിലും ഉണ്ട്. നമ്മൾ സാധാരണ യൂഷ്വലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കുറച്ചധികം നമുക്ക് പോയിന്റ്സ് കിട്ടും സ്കിന്നില്. എനിക്ക് തോന്നുന്നു ഡേവിഡ്സണിനെക്കാളും കൂടുതൽ പോയിന്റ്സ് ഇതിലൊക്കെ ഉള്ളത്. ഇതന്നെ ഞാൻ ആഡ് ചെയ്തതാ. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ തന്നെ കുറെ ഞാൻ ആഡ് ചെയ്തതാ. ഡേവിഡ്സൺ ശരിക്കും അതെ. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഗൈഡ് ബുക്സിലൊക്കെ കുറച്ചും കൂടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതും കൂടി ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അത് ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ചെയ്യണമായിരുന്നു. ഡോക്ടർ ഒന്ന് ഇന്നോ നാളെ ആയിട്ട് ഒന്ന് ഇടോ? ഞാനത് ഓർമ്മ ഇട്ടേക്കാം. ഓക്കെ, എന്നാലും താങ്ക്സ്. അപ്പൊ സാർ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് പോരെ ക്ലാസ്? കുറെ നമുക്ക് ആഡ് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. ഹലോ സാർ. ഹലോ സാർ പോയോ? ഹലോ, ക്ലാസ് ഏകദേശം ഡിസ്കഷൻ കഴിഞ്ഞോ? ഇടയ്ക്ക് ഒരു കോൾ വന്നോണ്ടാ ഞാൻ കട്ട് ചെയ്ത് പോയത്. കഴിഞ്ഞു സാർ. കുറെ പോയിന്റ്സ് സെലജ ഡോക്ടർ കുറച്ച് കാര്യമായിട്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഹാരിസൺ ആണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് അത് പറഞ്ഞേക്കുന്നത്. ഹാരിസൺ നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ്. ഡോക്ടർ സൗകര്യം പോലെ സോറിയാസിന്റെ ടൈപ്സും അതിന്റെ ഡിഫറൻസിയേഷനും ട്രയാഡ് അക്കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തൊന്ന് നോട്ട്സ് തയ്യാറാക്കി ഇടുക. ഓക്കെ സാർ. ഇനി 2 ദിവസം കഴിഞ്ഞോട്ടെ, കാരണം എന്ന് വെച്ചാൽ ഇത് ഡോക്ടർക്കും കുറച്ചധികം ആഡ് ചെയ്യാനുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യണം. അതെ, സാരമില്ല, നമുക്ക് സമയമുണ്ട്. പിന്നെ പതുക്കെ കൊണ്ട് അതൊക്കെ ഒന്ന് ഇത് ചെയ്താൽ മതി. ഓക്കെ, സാറ്റർഡേ എടുക്കാം സാർ. എന്നാലും എങ്ങനെ സാറ്റർഡേ എടുക്കാം.
സാറ്റർഡേ മതി മതി. ഡോക്ടർ ആഡ് ചെയ്യാനൊരു 2 ദിവസം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കായിരുന്നു. എന്നാലും ഓക്കെ ഒരുപാട് ഓക്കെ സാറ്റർഡേ. കണ്ടീഷൻ. ഓക്കെ. റീനൽ സിസ്റ്റം പ്രാക്ടീസ് മെഡിസിൻ അനിലപ്രിയ അടുത്ത മൺഡേ തുടങ്ങും. അപ്പൊ അതിനു മുമ്പേ നമുക്ക് ഇതൊന്ന് തീർക്കണം. മൺഡേ ട്യൂസ്ഡേയോ ഡോക്ടർക്ക് തുടങ്ങത്തോണം പ്രാക്ടീസ്. ഓക്കെ. അതിന്റെ ഇടയ്ക്ക് തീർക്കണോ ഡോക്ടർ 2 ദിവസം? എങ്ങനെ? അതിന്റെ ഇടയ്ക്കുള്ള 2 ദിവസം ഡോക്ടർ എടുക്കണോ? അല്ല, നമുക്ക് പറ്റുമെങ്കിൽ ഇത് ഡെർമറ്റോളജി തീർത്തിട്ട്, ഞാൻ അടുത്ത ആഴ്ച ഡോക്ടർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് അടുത്ത ആഴ്ച തുടങ്ങാം. ഇത് തീർത്തിട്ടായാലും മതി. ഡെർമറ്റോളജി എത്ര ക്ലാസ് കൂടെ വേണ്ടി വരും ഇനി? ഒരു ക്ലാസ് മതി. അപ്പൊ അതുകൂടെ കഴിഞ്ഞിട്ട് ശനിയാഴ്ച തീരുമെങ്കിൽ തിങ്കളാഴ്ച തൊട്ട് തുടങ്ങാം. അല്ലെങ്കിൽ തിങ്കളോ ചൊവ്വയോ 1-2 ദിവസം അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല. ഡെർമറ്റോളജി അങ്ങ് തീർത്തിട്ട് ഇതിനകത്തേക്ക് തീർക്കാനിപ്പോ നമുക്ക് അങ്ങനെ തിരക്കാക്കി തീർത്തു പോകാം. പക്ഷെ ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ മിസ് ചെയ്താ നഷ്ടം. ഇന്നിപ്പോ ഡോക്ടർ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തിരക്കാക്കണ്ട, പതുക്കെ മതി. തിരക്കാക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മള് ഇനി ഒരു 9 മാസം കൂടെ പോകണം. 3rd സെഷന് സാറ്റർഡേ വെച്ചിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് തീർക്കാം. അതിലോട്ടും പിന്നെ ഡോക്ടേഴ്സിന് ആഡ് ചെയ്യാൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമുക്ക് ഒരു മൺഡേ ഒക്കെ അത് തീർക്കാം. പിന്നെ മൺഡേ ഡോക്ടർക്ക് എടുക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ആൾ.